നമ്മളെ പോലുള്ളവരെ ടീമിലാക്കിയില്ലെങ്കിൽ എങ്ങനെ ജയിക്കും? ഇങ്ങനല്ലേ വരൂ. ആദ്യ റിസൾട്ട് ആ രീതിയിലാണെങ്കിലും അത് കാണുന്നതിലും ഒരു തരം ത്രില്ലുണ്ട്. കളി എന്ന് പറഞ്ഞ ഒരു ദിവസം ജയിക്കും, ഒരു ദിവസം തോൽക്കും. അതിനിപ്പോ എന്താ? ഡി ഈ തള്ളും ബിൽഡപ്പ് ഒന്നും എന്റെ അടുത്ത് വേണ്ടേ. എന്തോ നിനക്കങ്ങ് ക്രിക്കറ്റിനെ കുറിച്ച് അറിയാമെന്ന് പറയുന്ന കേട്ടല്ലോ. ഇപ്പൊ എന്തായി? വെറുതെ ബുക്ക് വായിച്ചിട്ട് ക്രിക്കറ്റ് അറിയാമെന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. നേരെ ഫീൽഡിൽ ഇറങ്ങി കളിച്ചു കാണിക്കണം. അതാണ് ടാലന്റ്. ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ മോരക്കഴുത്. ഇത്രയും ഡയലോഗ് അടിക്കുന്നവരെ ഫീൽഡിൽ ഇറങ്ങി കളിച്ചു കാണിക്കണമായിരുന്നു. വലിയ കാര്യത്തിന് നീയാ കളി ജയിപ്പിച്ചെന്നൊന്നും പറയണ്ട. നീ ബാറ്റിംഗ് പോലും ചെയ്തില്ല. എക്സ്ട്രാ പ്ലെയറിനെ പോലെ ഇരിക്കുവായിരുന്നു. അമ്മ ചേച്ചി നന്നായി കളിച്ചോണ്ടാ നിങ്ങൾ ജയിച്ചേ. കണ്ണു തട്ടാതിരിക്കാൻ നിന്നെയും കൂടെ ചേർത്തു, അത്രേ ഉള്ളൂ. ഡി എന്താടി നിനക്ക് മാത്രം ക്രിക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന പോലെ പറയുന്നത്? ഇത് ടീം ഗെയിമാ. ടീം ജയിച്ച എല്ലാരും ജയിച്ച പോലെ, മനസ്സിലായി? പൊടി മോരക്കഴുതേ. ഡി മരക്കഴുതേ പൊടി. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് കുറെ ദിവസമായല്ലോ. അതിന്റെ അഹങ്കാരം. നിന്നെ ഉണ്ടല്ലോ കുനിച്ചു നിർത്തി രണ്ടെണ്ണം തന്നാലേ നിനക്ക് മര്യാദ ഉണ്ടാവും. അഹങ്കാരി കഴുത. ആ ക്യാപ്റ്റൻ എന്താ? കൺഗ്രാചുലേഷൻസ്, ജയിച്ചല്ലോ. അതിന് ചേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണമായിരുന്നു. ശരി പറ. ഇവിടെ വെച്ചല്ല, കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. ഇവിടെ വെച്ച് സംസാരിക്കാതിരിക്കാൻ എന്ത് പ്രോബ്ലം ആണെന്ന് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായത് കുറെ ഉണ്ടോ? നിനക്ക് മനസ്സിലാവാത്തത് പറയാനാ വിളിച്ചത്. ഇതെന്താ ക്വിസ് കോമ്പറ്റീഷൻ ആണോ? ക്വസ്റ്റിന്റെ മേലെ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കാൻ സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഓ സംസാരിക്കാം. ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നീ ഇതെപ്പോഴാ വന്നേ? ഞാൻ എത്ര നേരത്തെ വന്നു? നീയപ്പോ കോഫി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഹലോ ബോസ്, എന്തേ ചെയ്യുന്നേ? നമ്മൾ രണ്ടാളും ഇപ്പൊ പുറത്തല്ലേ. കുറച്ചു നേരം നിന്റെ കൂടെ ഇരിക്കാന്നുള്ള സന്തോഷത്തിൽ വന്നതായിരുന്നു. സന്തോഷായിന്ന് പാസ്റ്റ് ടെൻസിൽ പറയുന്നതിന് നീ വേറെ ലോകത്തൊന്നും അല്ലല്ലോ, ഇവിടെയല്ലേ ഉള്ളത്. എന്നിട്ട് എന്താ കാര്യം? നിന്നെ കാണുന്നല്ലേ ഉള്ളൂ. നമുക്ക് രണ്ടാൾക്കും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാമോ? അതിത്ര ചോദിക്കാൻ എന്താ ഉള്ളേ? നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും. സത്യമായിട്ടും ചെയ്തു തരൂ? ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നതിൽ ഒരു സുഖമുണ്ട്. നീ ശരിക്കും വേദാന്ത് തന്നെയാണോ? ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. മാറാത്തതായി മാറ്റം മാത്രമല്ലേ ഉള്ളൂ കുട്ടി, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ ആർക്കു വേണ്ടിയാ മാറിയത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ തന്നെ ചെയ്താലും അതൊന്നും അധികമാവില്ല. ഇങ്ങനെ നീ ഷോക്കിന്റെ മേലെ ഷോക്ക് തന്നോണ്ടിരുന്ന എന്റെ ഹൃദയത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? ദിവസം കഴിയുന്തോറും വീക്കാവും. സ്നേഹിക്കുന്നവരുടെ ഹാർട്ട് സ്ട്രോങ് ആവുകയുള്ളൂ, വീക്ക് ആവില്ല. അതാണ് പ്രണയത്തിന്റെ ശക്തി. നിന്റെ വായിന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ റൊമാൻറ്റിക് വേർഡ്സ് കേൾക്കുമ്പോ ഫേക്ക് അല്ല, അറ്റാക്ക് ഉണ്ടാവുമെന്ന എന്റെ പേടി കളച്ചെറുക്ക. അതൊക്കെ വിട്. അല്ല, നീ നേരത്തെ എന്തോ എന്നോട് ചോദിച്ചില്ലേ? എന്താ അത്? ജോലി. ബാക്കി ഗ്ലാസ്സിലെല്ലാം കോഫി ഒഴിച്ച് എല്ലാവർക്കും കൊണ്ട് കൊടുക്ക്. ഞാൻ പോയി സ്നാക്സ് എടുത്തോണ്ട് വരാം. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വാക്ക് തന്നവർക്ക് എപ്പോഴും നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. ഇവള് വെറും ഒരു പെണ്ണല്ല, ഒരു പെൺപുലി തന്നെയാ. കഴുതപ്പുലി.
തരും, ഞാൻ തേച്ചു തരാം. എനിക്കൊന്നും വേണ്ട. ബോളിംഗ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അടിപെട്ടു അല്ലേ? ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല, എല്ലാം പെട്ടെന്ന് ശരിയാവും. എന്തൊരു കാര്യത്തിന്റെ പേരില് നമുക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എന്നാല് അതല്ലാതെ നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഒരു ചെറിയ വിഷമം പോലുമില്ലേ? നീ ഒരാൾ മാത്രമല്ല, ഞാനും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ എന്റെ മനസ്സിൽ അന്ന് നീ ചെയ്ത കാര്യത്തിന്റെ പേരിൽ ഇപ്പോഴും നല്ല വിഷമമുണ്ട്. വിക്കി ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് ഇപ്പോ ഒരുപാട് വർഷങ്ങളായില്ലേ? വിക്കി ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷായി. ഈ കുഞ്ഞു മുറിവൊന്നും കാര്യമാക്കണ്ട, എല്ലാം പെട്ടെന്ന് ശരിയാവും. നിന്നെ ഇങ്ങനെ നോക്കിയാല് എപ്പോഴും ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. ദേഷ്യം കുറച്ചുണ്ടെങ്കിലും നിന്നോടുള്ള സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടും എന്നോടുള്ള ഇഷ്ടത്തിൽ ഒരു ചെറിയ തരി പോലും കുറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എപ്പോഴാണ് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു വഴക്കുണ്ടായത്? അത് ഓർക്കുമ്പോ തന്നെ നിന്നെ കാണണ്ടെന്നുള്ള രീതിയിൽ ദേഷ്യം വരും. ദേഷ്യം അങ്ങനെ വന്നാ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വിക്കി സമാധാനമായിട്ട് കട്ടിലിൽ കിടന്നോളൂ, ഞാനിവിടെ താഴെ കിടന്നോളാം. നമ്മള് രണ്ടുപേരും 2 റൂമിൽ കിടന്നാ വെറുതെ എല്ലാവർക്കും സംശയം ഉണ്ടാവുകയുള്ളൂ. എനിക്ക് നിന്നിങ്ങനെ പിരിഞ്ഞിരിക്കാനായിട്ട് ഒരിഷ്ടവുമില്ല ആരതി. അങ്ങനെ ചെറിയൊരു കാര്യത്തിന് ദേഷ്യപ്പെടുന്ന ഒരാളല്ലല്ലോ ഞാൻ. നീ വേറെ എന്തൊക്കെ ചെയ്താലും എനിക്ക് നിന്നോട് ഒരു ദേഷ്യം ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ഞാൻ എത്ര തവണ ചോദിച്ചിട്ട് നീ അത് നിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ആ ദേഷ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇങ്ങത്താ ഞാൻ വിരിക്കാം. നീ ഇപ്പൊ എന്താ ഇവിടെ ഇരിക്കാൻ പോവാണോ? നിനക്ക് എപ്പോഴും എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? എനിക്ക് നിന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം ഫ്രീ ആകുമ്പോ പറ, എല്ലാം ഞാൻ പറയാം. ബൈ, ഇവിടെ ഇരിക്കും. അതെന്താ അവിടെ ഇരിക്കുന്നേ? അടുത്ത് വന്നിരിക്കേ. രാവിലെ ആരോ പറഞ്ഞിരുന്നല്ലോ, എല്ലാരും നമ്മളെ ശ്രദ്ധിക്കും, ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ. അത് അപ്പോഴല്ലേ, ഇപ്പോഴല്ലല്ലോ. നിനക്ക് ഇപ്പോഴാണോ എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തോന്നിയത്? എന്റെ ലൈഫിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. രാവിലെ മുതലേ നിന്റെ കൂടെ ഇരിക്കണം എന്ന് തോന്നി. പിന്നെ എന്തിനാ നീ രാവിലെ അത്ര ഓവർ ആക്ടിങ് ചെയ്ത്? അത് നിനക്ക് ഓവർ ആക്ടിങ് പോലെ തോന്നിയതാ. പക്ഷെ എന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് അത് നോർമലാ. അത് നോർമലാണോ? ഡൗട്ടേ വേണ്ട. ഞങ്ങൾ പെൺകുട്ടികളുണ്ടല്ലോ, നമ്മുടെ ചെക്കന്മാര് നമ്മളെ എപ്പോഴും ഒരുപാട് കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. എല്ലാരും അങ്ങനെ ആഗ്രഹിക്കോ? അതൊരു തരം ഇൻബിൽറ്റ് ക്വാളിറ്റിയാ. അതൊരു തരം ബേസിക് സോഫ്റ്റ്വെയർ പോലെയാ. വെറും അറ്റൻഷൻ അല്ല. നമ്മളെ ഒരുപാട് മിസ് ചെയ്യണം, നമ്മുടെ പുറകെ ചുറ്റണം, നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്നൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാ അന്ന് കുറച്ച് ജാടയൊക്കെ കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് എപ്പോഴും എന്നെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിലാണ് കാര്യം. നീ എത്ര നേരം എന്നോട് വഴക്കുണ്ടാക്കിയോ, ഞാൻ അത്രയും നേരം നിന്നെ കളിപ്പിച്ചോണ്ടിരിക്കും. നീ എപ്പോഴാണോ നിർത്തുന്നേ, ഞാൻ ക്ഷമയോടെ നിന്റെ അടുത്ത് വന്ന് നിൽക്കും. നീ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും ലൈഫ് ടൈമില് നിനക്ക് ഫുൾ അറ്റൻഷൻ തരും. നീ വേണ്ടാന്ന് പറഞ്ഞാലും തരും.